എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഇടത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതാണ് ഈ ഒരു കോസ്റ്റ്യൂമിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ താമരശ്ശേരി ദിയ ഗോൾഡിലേക്കാണ്. അപ്പൊ ദിയ ഗോൾഡിന്റെ 5ാമത്തെ വാർഷികമാണ് പോലും. അപ്പം ഇത് അവരുടെ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലേ, അത് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ 5ാമത്തെ വാർഷികം ആയതുകൊണ്ട് അവിടെ എന്തൊക്കെയോ ഇന്ന് ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഫംഗ്ഷനൊക്കെ രാവിലെയാണ്, അതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെ സംബന്ധിച്ച് അവിടെ മേക്കിംഗ് ചാർജിന് ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് കേട്ട്. 2.5 ആണ് ഡെയിലി വെയറിന് വരുന്നതെന്ന് കേട്ടു. അപ്പം എൻ്റെ പൊന്നാര മോളുടെ ഒരു വള മാറ്റണം എന്ന് കുറേ കാലമായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഏതായാലും ഡിസ്കൗണ്ട് ഉള്ള സമയമല്ലേ, അതങ്ങ് മാറ്റിയേക്കാമെന്ന് കരുതി അങ്ങനെ പോവുകയാണ്. അത് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടുകൂടി ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളെയും കൂടി കൂട്ടിയിട്ട് അങ്ങ് പോയേക്കാം എന്നുള്ളത്. അതും വേറൊരു കാര്യം പ്രത്യേകിച്ച് മരച്ചീനി മോറി കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഞാൻ കാർ എടുത്തിട്ടല്ല പോകുന്നത്, ഞാൻ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ ബസ്സിൽ അഥവാ എനിക്ക് ആരും സീറ്റ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ അവിടുന്ന് പറഞ്ഞു നോക്കും. ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാനൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ സീറ്റ് എഴുന്നേറ്റ് തരുമോ എന്ന് ചോദിക്കൂട്ടോ. ഞാൻ തരാതിരിക്കാൻ ചാൻസ് കുറവാണ്, മേ ബി തരുമായിരിക്കും. ഇല്ലേ മരച്ചീനി പ്രേക്ഷകരെ? എന്താ സംഭവം എന്നറിയോ? മരച്ചീനി മോറി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ലൈവിൽ വന്ന് പറഞ്ഞത്, ജസ്റ്റ് ബസ് കയറിയിട്ട് സീറ്റ് കിട്ടാത്തത് കൊണ്ട് ബഹളം കൂട്ടി പോലും. ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്ക് ആരെങ്കിലും സീറ്റ് ഒഴിഞ്ഞു തരടേന്ന്. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ചെയ്തിട്ടില്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം മിക്കതും ഞാൻ കേറല് എൻ്റെ സുഹൃത്തുക്കളുടെ ബസ്സിലാണ്. അപ്പൊ എനിക്ക് അതിൽ സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ അവന്മാരോട് ചോദിക്കും, കുറച്ചൊന്ന് നീങ്ങി തരുമോ എന്ന് വെച്ചാൽ ഡ്രൈവർ സീറ്റ് കുറച്ചൊന്ന് നീങ്ങി തരുമോ, ഞാനോട് ഇരിക്കട്ടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. മരച്ചീനി പറഞ്ഞത് തെറ്റേ അല്ല. അപ്പൊ പോയി നോക്കട്ടെ കേട്ടോ മരച്ചീനിയെ. അഥവാ എനിക്ക് ബസ്സിൽ കിട്ടുമായിരിക്കും സീറ്റ്, ഇല്ലെങ്കിൽ ഡ്രൈവറോട് ഞാൻ പറയും എഴുന്നേറ്റ് തരാൻ. അറിയുന്നവനാണെങ്കിൽ മനഃപൂർവ്വം അവൻ എഴുന്നേറ്റ് തരികയും ചെയ്യും. കാരണം ഹെവി ഉള്ള ഒരു വ്യക്തിയാണ്, വണ്ടി ഓടിക്കുന്നൊരു വളുമണ്. അതുകൊണ്ട് അറിയുന്നവരോട് പറയാൻ എനിക്ക് പേടിയാണ്. അവന്മാർ എനിക്കിട്ട് പണി തന്നാളും ഞാൻ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വണ്ടി എടുക്കാനൊന്നും പോകുന്നില്ല. അപ്പം നമുക്ക് മോളുടെ വള മാറ്റിയിട്ട് വരാം. വളയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. എൻ്റെ ഫാദർ ഒരാഴ്ചത്തേക്ക് ഒട്ടിച്ച സ്റ്റിക്കറുള്ള ഓട്ടോയും ആയിട്ട് അങ്ങോട്ടെത്തും. അതെന്താന്ന് ചിലപ്പോൾ ഇത് വീഡിയോ ഫസ്റ്റ് ആരെങ്കിലും കാണുമായിരിക്കും. അപ്പം അതെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ വാപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടോറിക്ഷൻ്റെ സൈഡിലായിട്ട് ഞാനും കൃഷ്ണനൂടി നിൽക്കുന്ന, എന്ന് വെച്ചാൽ എൻ്റെ കണ്ണനൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് വാപ്പ അവിടെ ഷോക്കായിട്ട് വെച്ചത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയ ഈ മരച്ചീനി മോറി ഉണ്ടല്ലോ, അവൾ പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്നറിയോ? എൻ്റെ വാപ്പ ഒരു ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ വാപ്പ ഒട്ടിച്ചതാണ് പോലും അത്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച എൻ്റെ ആ വാപ്പയുടെ ഓട്ടോയും കൊണ്ടിട്ട് വാപ്പ പൂനൂരോ PC മുക്കിലോ ആയിട്ട് നിൽക്കും. അപ്പോൾ ബാക്കി യാത്ര ആ വാപ്പയുടെ കൂടെ ആയിരിക്കും. എല്ലാം വിശദമായിട്ട് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ പോവാം. ടാറ്റാ. അങ്ങനെ ഗൈസ് ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദേ ആശാത്തി ഉണ്ട് കേട്ടോ വയ്യേക്ക്. ആള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഇന്ന് പുതിയ ബാങ്കിൾ കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്നെ സെലിബ്രിറ്റി എന്ന് വിളിക്കും. പക്ഷേ ഞാൻ സാധാരണക്കാരിയായ ഒരു വ്യക്തിയാണെന്നുള്ളത് ഇപ്പം മനസ്സിലായോ ഗായ്സ്? ഞാൻ ഇങ്ങനെയൊക്കെ നടക്കാനാണ് എനിക്കിഷ്ടം. നമ്മളായിട്ട് നടക്കണം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. പിന്നെ എന്തോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് മറന്നുപോയി. ഓർത്താൽ ഞാൻ പറയും, ഓർത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയില്ല. അതാണ് സംഭവം. ബസ്സിൽ കയറിയ സീറ്റ് കിട്ടുമോ ആവോ എനിക്കറിയില്ല ഗൈസ്. എന്നാലും വേണ്ടിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുക 500 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ബസ്സിന് കയറുന്നതെന്ന്. എന്നാൽ സത്യം അതല്ല ഗൈസ് എന്ന് തോന്നും. പക്ഷെ അതാണ് ഗൈസ്.
ഒറ്റയ്ക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഒന്നാമതെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും റോഡുമ്മലൊക്കെ. അപ്പോൾ ഇങ്ങനെ എൻ്റെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഒന്നുമല്ല വണ്ടി, മാനുവല്ല. എന്നപ്പോൾ ഈ ബ്ലോക്ക് നിന്നൊക്കെ ഇടങ്ങാറാവും. അപ്പോൾ വിചാരിക്കും ബസ്സിലവിടെ കുത്തിരി ഞാൻ പോരേന്ന്. പക്ഷേ ബസ്സോ മെല്ലെ മെല്ലെ മെല്ലെയാണ് നീങ്ങുക. അത് വിചാരിക്കും കാറെടുത്ത് പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ദിയയിലെത്തിയിട്ട് ദിയയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഗായ്സ്, ഇന്ന് അരുണേട്ടനില്ല ഗായ്സ്, മരിച്ചിനി മോറി. എൻ്റെ അനിയനില്ല ഗായ്സ്. മരിച്ചിനി മോറി ആരാന്നറിയോ? ആരാന്നറിയില്ലെങ്കിൽ ഞാൻ പറയില്ല. അപ്പോൾ അതാണ് കാര്യം. ബാക്കി ബസ്സിലെത്തിയിട്ട് സീറ്റ് കിട്ടിയല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാവേ. അങ്ങനെ ഗായ്സ് ബസ് സ്റ്റോപ്പിലെത്തി. ഞാനൊരു സത്യം പറയട്ടെ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. കയറുന്ന ബസ്സിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എത്തും, ഇല്ലെങ്കിൽ അവർ റോട്ടുപല്ല് ഇറക്കി വിടുന്നത് കട ഗായ്സ്. പിന്നെ മിക്ക ബസ്സിലും ഗൂഗിൾ പേ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ പോവും, ഇല്ല ഉള്ള ബസ് വരെ കാത്തു നിൽക്കും, അത്ര തന്നെ. അങ്ങനെ ഗായ്സ് ബസ്സിൽ സീറ്റ് കിട്ടിയിട്ടോ. മരച്ചീനി മൂര് പറഞ്ഞത് വേണം. ബസ്സിൽ സീറ്റ് കിട്ടാണ്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു സെലിബ്രിറ്റിയാണ്, എഴുന്നേറ്റ് തരണം എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ എഴുന്നേറ്റ് തന്നു. എനിക്ക് കയറിയ സമയത്ത് തന്നെ സീറ്റ് കിട്ടി. പക്ഷേ പറയാൻ പറ്റിയില്ല കേട്ടോ, എനിക്കപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാലുശ്ശേരി എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. മരച്ചീനി മൂരിനോട് പറയാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് സീറ്റ് കിട്ടിയത് എന്നുള്ളത് നിങ്ങളോടും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് ഇറങ്ങി പാപ്പാൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ട് പോവുകയാണ്. അതും വെറുതെ അല്ല കേട്ടോ നടന്നുകൊണ്ട് പോകുന്നത്. നമ്മുടെ മറ്റേ ഒരാഴ്ചത്തേക്ക് ഒട്ടിച്ച സ്റ്റിക്കറുള്ള വണ്ടീൻ്റെ അടുത്തേക്കും കൂടി കേട്ടോ നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഇത് കാണിച്ചു തരാവേ. പാപ്പ പൂന്നൂർ ഓടാറില്ലാത്ത വണ്ടി എന്ന് ആണല്ലോ നമ്മുടെ മരച്ചീനി മോറി പറയാറ്. അത് ഞാൻ ജസ്റ്റ് 1 സെക്കൻഡ് ഇപ്പം കാണിച്ചു തരാവേ. ക്യാമറ എന്ന് തിരിച്ചാlte. ഓട്ടോ സ്റ്റാൻഡിൽ ഇടാറ് ഇവിടെയാണ്. ബംഗാളി ചേട്ടാ, മാറി ചേട്ടാ, ദിസ് മൈ ഫാദർ വണ്ടി. അവിടെയൊക്കെ ഓട്ടോ ഇടാറുണ്ട്. എന്താ മോനെ ചിരിക്കുന്നേ? ഒറ്റ ദിവസത്തേക്ക് ഒട്ടിച്ച് ഒരാഴ്ചത്തേക്ക് ഒട്ടിച്ച് നമ്മുടെ ഫോട്ടോ പോവാ. മൈ ഡാഡ് ഹായ് വരി. ഹായ്. ബാപ്പിയുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള ഫോട്ടോ ആണോ ഞാൻ ഒന്നപ്പുറത്തെ സൈഡിലുണ്ട്. പക്ഷെ അവിടെ മൂടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ കാണിച്ചു തരില്ല. ഇത് കണ്ട ബാപ്പയുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ മുകളിൽ ഒട്ടിച്ചതാണ്. അങ്ങനെ ദിയ ഗോൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ. താത്ത പറഞ്ഞ ഏതോ ഒരു സെക്കൻഡ് പാപ്പാനോട് മോളുടെ ഗോൾഡ് എടുത്തിട്ട് വരാൻ പറഞ്ഞതാണ്. മൊത്തമായിട്ട് എടുത്തിട്ട് ഇതൊക്കെ ഇഞ്ചതാ. ഇന്റെ 2 കമ്മൽ എക്സ്ട്രാ എടുത്ത്, 2 മോതിരം എക്സ്ട്രാ എടുത്ത്, ഓളെ കൈമലിടുന്ന വേറെ ഇതൊക്കെ ഇടാനില്ല കേട്ടോ. ഇതാണ് മോളുടെ പഴയ വള. ഇതാണ് ഇപ്പം മാറ്റാനുള്ളത്. മാറ്റിയിട്ട് ഇതാണ് മേടിക്കുന്നത്. സെയിം വെയിറ്റ് തന്നെ കേട്ടോ. വെയിറ്റ് വരുന്നത് കാണിച്ചു തരാം.
വെയിറ്റ് വരുന്നത് 1 പവനും 60 മില്ലിയാണ് വരുന്നത്. അപ്പോൾ കരുതി ഇതെടുത്തേക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇതന്നെ എടുത്തടാ. പിന്നെ ഇതേ വേറെ അവളുടെ കയ്യിലുള്ളത് ഇതാണ്. ഇത് മാറ്റുന്നില്ല കേട്ടോ. ഇതൊക്കെ അവളുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ പിന്നെ കരുതി ഇത് മാറ്റണ്ട, ഇതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ ഗോൾഡ് എടുത്തു. മോളെ കൈ കാണിക്ക്. ജസ്റ്റ് ഒരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. മാറ്റി വേറൊരു മോഡൽ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി 1-2 പരിപാടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ വാപ്പയുടെ ഫ്ലൈറ്റ് കയറിയതാണ്. ഓക്കെ, ദേത്തും വില ഷാളെടുക്കാൻ വന്നതാ. പപ്പയുടെ വൈഫിന് ഷാളെടുക്കുകയാണേ. അപ്പോൾ ഭയങ്കര പൈസയാണ്. പാപ്പിയും ഏട്ടത്തിയും മോളും ഞങ്ങളെല്ലാവരും ഷവർമ കഴിക്കാൻ വന്നതാണ്. ഏട്ടത്തിൻ്റെ ഫേസ് കാണിക്കുക മക്കളെ പോലെ തന്നെയാണ്. മക്കളെ എൻ്റെ ഭർത്താവിനെയും പോലെ തന്നെയാണ്. ഏട്ടത്തിൻ്റെയും ഫേസ് കാണിക്കില്ല. പക്ഷെ അതിനൊക്കെ ആയിട്ട് ദേ കാണിക്കുന്നില്ലേ. കേൾക്കട്ടെ. മലച്ചീനി മോറിയുടെ ശ്രദ്ധക്കായിട്ട് ബസ്സിൽ ആരുമില്ല. സെലിബ്രിറ്റി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ബസ്സിന് എല്ലാവരും അങ്ങ് പോയി. എനിക്കറിഞ്ഞൂടെ ഇത്രേ സീറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം. ആള് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സെലിബ്രിറ്റിയാണെന്നൊന്നും പറയേണ്ടി വന്നില്ല കേട്ടോ. അപ്പോഴേക്കും എനിക്ക് സീറ്റ് കിട്ടിയേക്കേ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഗായ്സ്. ഞാനേ വിചാരിച്ചു, അങ്ങോട്ട് പോകുമ്പോൾ വിചാരിച്ചു ബസ് കയറുമ്പം ഞാൻ സെലിബ്രിറ്റിയാണ്, എനിക്കൊരു സീറ്റ് തരുമോ എന്ന് ചോദിക്കേണ്ടി വരും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ആരും ഇല്ലായിരുന്നു മരച്ചീനി മോറി വണ്ടിയിൽ. പിന്നെ ഞാൻ മറ്റേ ഇതിലായി ആകാശിലായിരുന്നു പോകുന്നത്, ആരിസിൻ്റെ. അപ്പോൾ കമ്പനിക്കാരാരുടെയും കൂടെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അങ്ങനെ സാധനമൊക്കെ വാങ്ങി തീയനൊക്കെ വളം മേടിച്ചു. എൻ്റെ അപ്പോൾ നോദിയൽ ഒടുക്കമത്തെ തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പം എന്നാ ടാറ്റാ.